നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഫങ്ഷൻ, അതേപോലെ ലൂപ്പ്, അങ്ങനെയുള്ള പൈത്തണിൻ്റെ ആൾമോസ്റ്റ് എല്ലാ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് മാപ്പ് ഫങ്ഷൻ, ലാംഡ ഫങ്ഷൻസ്, ഡെക്കറേറ്റേഴ്സ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒരു ഡെവലപ്പർക്ക് ആവശ്യമുള്ള ബേസിക് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ കിടക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലേക്കാണ്. ഊപ്സ് കോൺസെപ്റ്റ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട്, ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇതിൻ്റെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, പോളിമോർഫിസം, അങ്ങനെ കുറേ സാധനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയൊന്നും ഒരു ഇതാക്കാതെ തന്നെ, അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നമുക്ക് എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നൊന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇത്രയും ദിവസമായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതിനകത്ത് കൂടുതലൊന്നും വരുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതിനെ കംപ്ലീറ്റ് ചെയ്ത് സ്ട്രക്ചർ ആക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പൈത്തൺ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓരോ ലാംഗ്വേജും, ചില ലാംഗ്വേജസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്, ചില ലാംഗ്വേജസ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അതായത് ജാവ, സി # ഇങ്ങനത്തെ ലാംഗ്വേജസ് ഒക്കെ വരുന്നത് പ്യൂർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. അതൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ടൈമിൽ, ഇപ്പം ജസ്റ്റ് ഒരു 2 നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതാൻ പറയും. നമുക്ക് ജസ്റ്റ് പൈത്തണിൽ ഇങ്ങനെ df ആഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫംഗ്ഷൻ എഴുതി തുടങ്ങാം. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറ്റില്ല. നമുക്ക് ക്ലാസ് എഴുതണം. ക്ലാസ് എഴുതിയിട്ട് ക്ലാസ്സിനകത്ത് നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് എഴുതണം. ആ ക്ലാസ്സിലെ ഒരു പ്രത്യേക സ്ട്രക്ചർ നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിൽ. അപ്പോൾ പൈത്തൺ നമ്മൾ ഇത്രയും ദിവസം പഠിച്ചിടത്തോളം നമുക്ക് എന്താ മനസ്സിലാവും? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണോ അതോ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണോ? നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല പൈത്തണിൽ ഇതുവരെ. നമ്മൾ ചുമ്മാ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ 2+2 നമ്മളിങ്ങനെയൊക്കെയാണ് റൺ ചെയ്ത് പോകുന്ന കോഡ്, അല്ലേ? അപ്പോൾ പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണ്. അതേപോലെ തന്നെ അതേസമയം പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡും ആണ്. പൈത്തൺ പ്രൊസീജിയർ ഓറിയൻറ്റഡും ആണ്, അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡും ആണ്. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഡുകളും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതിനെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതിനെ എല്ലാത്തിനെയും ഒന്ന് സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു പ്രൊജക്റ്റ് കോഡ് ചെയ്യുകയാണെന്ന് കരുതാം. ഒരു കംപ്ലീറ്റ് പ്രൊജക്റ്റാണ് നമ്മൾ കോഡ് ചെയ്യുന്നതെന്ന് കരുതാം. അങ്ങനെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ എഴുതി പോയ പോലെ വെറുതെ ഫങ്ഷൻസും റോ ലൈൻസ് ഓഫ് കോഡ്സും എഴുതി പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. അതിന് പകരം നമ്മൾ എങ്ങനെ ചെയ്യണം? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഓരോ ഫീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കോഡുകൾ ഓരോ ക്ലാസ്സുകളുടെ അകത്ത് ഫങ്ഷൻ സ്നിപ്പറ്റുകളാക്കി അങ്ങനെ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോകണം. അതിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചിലപ്പോൾ ചില ക്ലാസ്സുകൾ ഒരു ക്ലാസ്സിനകത്തുള്ളത് മറ്റൊരു ക്ലാസ്സിനകത്തേക്ക്, ഒരു സെക്ഷൻ ഓഫ് കോഡ് മറ്റൊരു സെക്ഷൻ ഓഫ് കോഡിലേക്ക് ആക്സസിബിൾ ആയിരിക്കില്ല. അത് നമ്മൾ അങ്ങോട്ട് അതിൻ്റെ അവൈലബിലിറ്റീനെ ഒന്ന് ലിമിറ്റ് ചെയ്ത് വെക്കും. അങ്ങനത്തെ കുറേ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആക്കുന്നതോടുകൂടി നമ്മുടെ കോഡ് മോർ ഫാസ്റ്റർ ആയിരിക്കും, അതേപോലെ തന്നെ മോർ സെക്യൂർ ആയിരിക്കും. ഇങ്ങനത്തെ കുറേ കോൺസെപ്റ്റുകളുണ്ട്. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ കോഡിങ്ങിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് നമുക്കൊരു റിയൽ ലൈഫ് തിങ്സുമായിട്ട് നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ക്ലാസ് എന്നല്ല ഒരു ഒബ്ജക്റ്റ്. ഇപ്പോൾ നമുക്ക് ഒരു റിയൽ ലൈഫിൽ ഇപ്പോൾ ഒരു മുറിക്കകത്തുള്ളത്, അല്ലെങ്കിൽ ഒരു ഓഫീസിനകത്തുള്ള മുറിക്കകത്തുള്ള എല്ലാ സാധനങ്ങളും ഒബ്ജക്റ്റുകളാണ്. അവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പ് ഒരു ഒബ്ജക്റ്റാണ്, ഒരു AC ഒരു ഒബ്ജക്റ്റാണ്, അവിടെ ഇരിക്കുന്ന ആൾക്കാർ, വ്യക്തികൾ എല്ലാം ഓരോ ഒബ്ജക്റ്റുകളാണ്. ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഒബ്ജക്റ്റുകളാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു ലാപ്ടോപ്പ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റാണ്. ആ ലാപ്ടോപ്പിന് എന്തെല്ലാം ഉണ്ടാവും? നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് വരുമ്പോഴേക്കും അതിന് വരുന്ന 2 കാര്യങ്ങളാണ് ആ ലാപ്ടോപ്പിനുള്ളതായിട്ട് പറയുന്നത്. ഒന്ന് ആട്രിബ്യൂട്ട്സ് എന്ന് പറയും.
അതായത് ആട്രിബ്യൂട്ട്സിൽ വരുന്നത് അതിൻ്റെ പേര്, ലാപ്ടോപ്പിൻ്റെ കമ്പനി നെയിം, അതിൻ്റെ പ്രോസസ്സർ ഏതാണ്, അതിൻ്റെ ചിപ്സെറ്റ് ഏതാണ്, അതിൻ്റെ സൈസ് വലിപ്പം എത്രയാണ്, ലാപ്ടോപ്പിൻ്റെ വലിപ്പം എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ആട്രിബ്യൂട്ട്സ് നമ്മുടെ കോഡിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴേക്കും നമുക്കതിനെ വേരിയബിൾസ് എന്ന് വിളിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു വ്യക്തിനെ എടുക്കാം, ലാപ്ടോപ്പ് അല്ല ഒരു വ്യക്തി എടുക്കാം. ഇപ്പോൾ ആ വ്യക്തിയുടെ പേര് അത് ഒരു ആട്രിബ്യൂട്ടാണ്, ആ വ്യക്തിയുടെ ഏജ് അതൊരു ആട്രിബ്യൂട്ടാണ്, ആ വ്യക്തിയുടെ അഡ്രസ്സ് അത് മറ്റൊരു ആട്രിബ്യൂട്ടാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട്സ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ. ആ വ്യക്തിയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഹീസ് വർക്കിംഗ് അല്ലെങ്കിൽ ഹീസ് റണ്ണിങ്, ഹീസ് വാക്കിംഗ്, ഹീസ് സിംഗിങ്, അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് അയാളുടെ ബിഹേവിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ബിഹേവിയർ നമ്മൾ കോഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളിതിനെ മെത്തേഡ്സ് ഇൻ അതർ വേർഡ്സ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. ഫങ്ഷൻസിനെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിലേക്ക് വരുന്ന ടൈമിൽ നമ്മൾ ഫങ്ഷൻ നമ്മൾ പറയില്ല. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഫങ്ഷൻസിന് പകരം നമ്മൾ പിന്നെ അതിനെ വിളിക്കുന്നതാണ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഫങ്ഷൻസ് ഉപയോഗിക്കില്ല. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ട് ഞാൻ ഈ മെത്തേഡ്സ് എന്നേ വിളിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് എന്തൊക്കെ ഉണ്ടാവും? ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, ആസ് വെൽ ആസ് ബിഹേവിയർ ഉണ്ടാവും. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അയാളുടെ പേര്, അയാളുടെ ഏജ്, അഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഫങ്ഷനാലിറ്റി ആണ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിലേക്ക് മാറുമ്പോൾ ഒരു ഒബ്ജക്റ്റിന് എന്തൊക്കെ ഉണ്ടാവും? ഒരു ഒബ്ജക്റ്റിനകത്ത് അതിന് വേരിയബിൾസ് ഉണ്ടാവും, നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് ഉണ്ടാവും. പിന്നെ അതിന് അകത്ത് തന്നെ മെത്തേഡ്സ് ഉണ്ടാവും. ആ വേരിയബിൾസ് എല്ലാം പ്രോസസ്സ് ചെയ്യാനും അതിനകത്ത് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് ഫങ്ഷനാലിറ്റി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് മെത്തേഡ്സിനകത്തായിരിക്കും. ഓക്കെ, ഒരു സാമ്പിൾ ഒരു ഡയഗ്രാം പോലെ ഒരു ഇമേജ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിനകത്ത് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഡോഗിൻ്റെ വെയിറ്റ്, ഹൈറ്റ്, ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഇത് ഫങ്ഷൻസും ഇത് വേരിയബിൾസും. നമ്മളിങ്ങനെയാണ് അതിനെ കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന കുറച്ച് വീഡിയോസിലായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ്, ക്ലാസ്, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും. വേർഡ്സ് കേട്ടിട്ട് ഒരു ടെൻഷൻ ആവണ്ട, നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് 1 by 1 തന്നെ കവർ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇനി ക്ലാസ്സുകൾ എന്താണ്, ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് എന്താണ്, അതെങ്ങനെ കോൾ ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ പറയുന്തോറും അത് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു ഇത്ര നേരം ചെയ്തിട്ടുള്ള പോലെ തന്നെ നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ.